ദക്ഷിണ ഭാരതത്തിലെ ഒരു പ്രശസ്തമായ ക്ഷേത്രമാണ് മധുര മീനാക്ഷി ക്ഷേത്രം. മധുര നഗരത്തിൻ്റെ മധ്യത്തിലായിട്ടാണ് മധുര മീനാക്ഷി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ദ്രാവിഡ വാസ്തുവിദ്യയുടെ മകുടോദാഹരണമാണ് മധുര മീനാക്ഷിയിലെ ഗോപുരങ്ങൾ. കൂടാതെ 4 ദിക്കിലേക്കും ദർശിക്കുന്ന 4 കവാടങ്ങളും കൂടിയ തമിഴ്നാട്ടിലെ വളരെ കുറച്ച് ക്ഷേത്രങ്ങളിലൊന്നാണ് മധുര മീനാക്ഷി ക്ഷേത്രം. പരാശക്തിയായ പാർവതി ദേവിയെ മീനാക്ഷിയായും ഭഗവാൻ ശിവശങ്കരനെ സുന്ദരേശനായും ഇവിടെ ആരാധിക്കുന്നു. പാർവതി ദേവിക്ക് പരമശിവനേക്കാൾ പ്രാധാന്യം കൽപ്പിക്കുന്ന ഭാരതത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് മധുര മീനാക്ഷി ക്ഷേത്രം. ഈ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്തിന് 14 ഏക്കറുണ്ട്. ഈ ക്ഷേത്ര സമുച്ചയത്തിലാകെ 14 ഗോപുരങ്ങളുണ്ട്. അവയിൽ ഏറ്റവും വലിയ ഗോപുരം എന്ന് പറയുന്നത് തെക്കേ ഗോപുരമാണ്. അതിൻ്റെ ഉയരം 51.9 മീറ്ററാണ്. ഈ ഒരു ക്ഷേത്രത്തിൽ 33,000-ൽ പരം ശില്പങ്ങളുണ്ടെന്നും കണക്കാക്കുന്നു. ഈ ക്ഷേത്രം പണിത് കുലശേഖര പാണ്ഡ്യനാണ്. അദ്ദേഹത്തിന് ശേഷം വന്ന പല രാജാക്കന്മാരും പല നിർമ്മിതികളും ഗോപുരങ്ങളും ഒക്കെ നിർമ്മിച്ചിട്ടുണ്ട്. ഡൽഹി സുൽത്താനേറ്റുകളുടെ കാലത്ത് ഈ ക്ഷേത്രം ആക്രമിക്കപ്പെടുകയും ഇതിൽ നിന്ന് പല വിലപിടിപ്പുള്ള വസ്തുക്കളും കൊള്ളയടിക്കപ്പെടുകയും ചെയ്തു. ഈ ക്ഷേത്രത്തിലേക്ക് നമുക്ക് പാദരക്ഷകളോ ക്യാമറകളോ ഒന്നും അനുവദിക്കില്ല. അതൊക്കെ നമ്മൾ പുറത്തു വയ്ക്കണം. ഈ ക്ഷേത്രത്തിലെ ദർശനത്തിനുള്ള സമയം എന്ന് പറയുന്നത് കാലത്ത് 5 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയും വൈകിട്ട് 4 മണി മുതൽ രാത്രി 10 മണി വരെയുമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ചേർന്ന് തന്നെയാണ് 1000 കാൽ മണ്ഡപവും. ഈ മണ്ഡപത്തിലാണ് ഈ ക്ഷേത്രത്തിലെ ഒരു മ്യൂസിയം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിലെ പ്രാചീന കാലത്തെ ശില്പങ്ങളും പല വസ്തുക്കളൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ക്യാമറ ഇതിൻ്റെ ഉള്ളിലേക്ക് അനുവദിക്കാത്തത് കൊണ്ട് നമുക്കതൊന്നും ചിത്രീകരിക്കാൻ സാധിച്ചില്ല.